പീച്ചി സ്റ്റേഷനിൽ എസ്ഐയും പോലീസുകാരും ചേർന്ന് ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ആദ്യം പുറത്തുവന്നത്. പട്ടിക്കാട് ലാലീസ് ഹോട്ടൽ ഉടമ KP ഔസേപ്പ് 1.5 വർഷം നിയമയുദ്ധം നടത്തിയാണ് ഈ ദൃശ്യങ്ങൾ സമ്പാദിച്ചത്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർ നൽകിയ പരാതിയിൽ പീച്ചി SI ആയിരുന്ന PM രതീഷ് റെസ്റ്റോറന്റ് മാനേജർ റോണിയെയും മറ്റൊരു ജീവനക്കാരനെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിക്കുന്ന ദൃശ്യമാണ് വീഡിയോയിലുള്ളത്. പിന്നീട് ഹോട്ടലിലെ തർക്കം തീർക്കാൻ SI 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. പണം നൽകിയില്ലെങ്കിൽ പോക്സോ, വധശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. പണം നൽകുന്ന ദൃശ്യങ്ങളാണ് രണ്ടാമത് പുറത്തുവന്ന വീഡിയോയിൽ. സംഭവത്തിന് പിന്നിൽ മുൻവൈരാഗ്യമാണെന്ന് ഹോട്ടൽ ഉടമ ചൂണ്ടിക്കാട്ടി. പീച്ചി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ സഹോദരിയെ തന്റെ സ്ഥാപനത്തിൽ നിന്ന് മോഷണത്തിന് പിടികൂടിയിരുന്നു. അവസരം കിട്ടിയപ്പോൾ തങ്ങളോട് ഇതിന്റെ പക തീർത്തതാണെന്നാണ് ഹോട്ടൽ ഉടമ ആരോപിക്കുന്നത്. SI ആയിരുന്ന PM രതീഷിനെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും ഹോട്ടൽ ഉടമ ആവശ്യപ്പെട്ടു. ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും സർവീസിൽ ഉണ്ടാകാൻ പാടില്ല. അദ്ദേഹത്തിന് അടിയന്തരമായിട്ട് ടെർമിനേറ്റ് ചെയ്യണം. അദ്ദേഹത്തിന് സർവീസിൽ നിന്ന് ഒരു കാരണവശാലും ഈ പോലീസ് സുരക്ഷാ സേനയുടെ ഒരു ഭാഗമായിരിക്കാൻ ഇദ്ദേഹം യോഗ്യനല്ല. ഇദ്ദേഹത്തെ അടിയന്തരമായിട്ട് സർവീസിൽ നിന്ന് നീക്കം ചെയ്യണം. ഇതാണ് നമ്മുടെ ആവശ്യം. പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസ് നയത്തിന്റെ ഭാഗമാണ് തുടർച്ചയായുള്ള പോലീസ് മർദ്ദനമെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആരോപിച്ചു. ഇടിവീരന്മാരായ മൃഗതുല്യരായ പോലീസ് ഉദ്യോഗസ്ഥരെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു പോലീസ് നയത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കസ്റ്റഡി മർദ്ദനത്തിന് എതിരാണ്, അത് നിയമത്തിനെതിരാണ്. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇവിടെ അതിക്രൂരമായ രീതിയിൽ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കെല്ലാം മനസ്സിലാക്കുന്നത് അന്നത്തെ പീച്ചി SI ആയിരുന്ന PM രതീഷ് ഒരു കാരണവുമില്ലാതെ അടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. കേസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങൾക്കല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പിണറായി വിജയൻ്റെ സർക്കാർ അറിഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. തന്നെയും മകൻ പോൾ ജോസഫിനെയും സ്റ്റേഷനിലെത്തിച്ച് ഉദ്യോഗസ്ഥർ അപമാനിച്ചതിൽ തെളിവ് തേടിയാണ് KP ഔസേപ്പ് വിവരാവകാശ അപേക്ഷ നൽകിയത്. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിനു പിന്നാലെ പീച്ചി സംഭവവും പുറത്തു വന്നതോടെ ആഭ്യന്തര വകുപ്പും സർക്കാരും കടുത്ത പ്രതിസന്ധിയിലായി. സി മലയാളം ന്യൂസ്, തൃശൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.